പി സി ജോർജിന് ഇനി താമരക്കാലം അല്ലേ? അതെ. പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി BJP യിൽ ലയിച്ചു, ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു പി സി സംഖ്യയാണെന്ന്. അതാണ് ഇന്നത്തെ ഈ വൈകുന്നേരം ഈ സായാഹ്നത്തിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു വാർത്ത. ശരിക്കും ഒരു നാഷണൽ ന്യൂസ് ആക്കി വേണമെങ്കിൽ പറയാം. കാരണം ആ രീതിയിലായിരുന്നു എൻ്റെ ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ നടന്നത്. അതെ, കാരണം പി സി ജോർജ് എന്ന് പറയുന്നതിന് കേരളത്തിലൊരു അധികായനായിട്ട് തന്നെ അറിയപ്പെടുന്നു. ഒന്നല്ലെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഈ രണ്ട് മുന്നണിയും തോൽപ്പിച്ച ഒരാൾ MLA ആവുക എന്ന് പറയുന്നത്. കാരണം LDF UDF കുത്തകയൊക്കെ തകർത്ത് സ്വന്തമായിട്ട് നിന്നിട്ടൊരു ഒറ്റ കക്ഷിയായിട്ട്, കാരണം സ്വതന്ത്രന്മാർ ഒരുപാട് പേര് നിയമസഭയിലുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു രണ്ട് മുന്നണിയും തോൽപ്പിച്ചൊരു സ്വതന്ത്രൻ നിയമസഭയിലെത്തിയതാണ് പി സി ജോർജ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും എന്താ പറയുക ജനപിന്തുണ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഏരിയയിലും ഉണ്ട് എന്നാണ്. LDF വരും എല്ലാം ശരിയാവും എന്ന ടാഗ്ലൈനോട് കൂടി ഒരു പിണറായി തരംഗത്തില് ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിരുന്ന പാർട്ടി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള ഒരു ഭരണപക്ഷ വിരോധത്തിൽ മുന്നോട്ട് കയറുമ്പോൾ എല്ലാം ശരിയായതിന്റെ കൂട്ടത്തിൽ പൂഞ്ഞാറ് ശരിയായില്ല പാർട്ടിക്ക്. അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി പി സി ജയിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഈ ശബരിമല സംഭവം ഉണ്ടാവുന്നത്, വിവാദം ഉണ്ടാവുന്നത്. ആ സമയത്ത് പി സി ആചാരത്തിന്റെ കൂടെ നിന്നു. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ബിഷപ്പിന്റെ കേസിലൊക്കെ പി സി ഒന്ന് കളറ് മാറി നിറം മാറിയിരിക്കുന്ന സമയത്താണ് ശബരിമല അയ്യപ്പന്റെ ഒരു വിഷയം വരുമ്പോൾ ഭക്തർക്കൊപ്പം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അന്ന് തൊട്ട് പി സിയെ സംഘി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടുള്ള എലക്ഷൻ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്തൊക്കെ പി സിയുടെ ഒരു കൂടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അന്ന് ജനസംഘം ഇവരോടൊപ്പമാണെന്നുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നെയും പി സി മാറി. അടുത്ത പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ സ്വതന്ത്രനായിട്ട് തന്നെ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചു. അവിടെ BD ജയസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പൂഞ്ഞാറ്. പി സി പക്ഷെ സംഖ്യയാണോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഈരാറ്റുപേട്ടയിൽ വെച്ച് നിന്റെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട എന്ന് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് മുമ്പിൽ വെച്ച് ആക്രോശിച്ചു എന്നും പി സി ഒരു ന്യൂനപക്ഷ വിരോധിയാണെന്നും ഉള്ള ഒരു ട്രെൻഡ് വന്ന് പി സി പരാജയപ്പെടുകയുണ്ടായേ. പക്ഷെ അതിന്റെ ഒരു കോമഡി ശ്രദ്ധിക്കണം. പി സി എന്ന് പറയുമ്പോൾ പി സി ഈ എലക്ഷൻ വരെ സ്വതന്ത്രനായി. ഈ എലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഹിന്ദുക്കളുടെ ഒരു 3-4 ഹിന്ദു മഹാസമ്മേളനം അല്ല, അതുപോലത്തെ എന്തോ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു. എലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഈ സംഭവം. എലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ അപ്പോഴും പി സി പറഞ്ഞിരുന്നു ഞാനും ശോഭയും ചിലപ്പോൾ അവിടെ കാണും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ശോഭയും വന്നില്ല, പി സിയും വന്നില്ല, രണ്ടുപേരും പരാജയപ്പെട്ടു. അങ്ങനെയുള്ള കുറെ രസകരമായ കഥകളുണ്ട്. അത് പിന്നീട് പി സി ഈ പറയുന്ന പോലെ BJP നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കൊപ്പം പിണറായി വിരുദ്ധനായിട്ടൊക്കെ മുന്നേറി. ഹിന്ദു മഹാസമ്മേളനം പിന്നീടുണ്ടായി. ഇപ്പോൾ നമ്മുടെ പിണറായിയുടെ മോൾക്കെതിരെയുള്ള കേസ് ശക്തമായിട്ട് കൊണ്ടു നടക്കുന്നത് ഹൈക്കോടതി കേസിൽ നിന്നും പി സി ജോർജിന്റെ മകനാണ്, ഷോൺ ജോർജാണ്. പിന്നീട് പി സിയെ ഈ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തെ രാത്രി വീട്ടിൽ വന്ന് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് പോയി. ഒരു ദിവസം പിന്നീട് പി സി ജയിലിൽ കിടന്നു. ഈ സമയത്ത് തൃക്കാക്കര ഇലക്ഷനൊക്കെ നടക്കുന്ന ഒരു സമയം. ഈ സമയത്തൊക്കെ പി സി ഉയർത്തിക്കൊണ്ട് വന്ന ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ന്യൂനപക്ഷ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു രക്ഷയില്ല എന്നുള്ള ഒരു സാധനം അന്ന് പി സി ഉയർത്തിക്കൊണ്ട് വന്നു. പിന്നീട് പി സി പറഞ്ഞു കേരള കോൺഗ്രസ് പിരിച്ചു വിടണം എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതെന്തിനാ, ക്രിസ്ത്യാനികളെ പറ്റിക്കാനുള്ള ഒരു പാർട്ടിയാണ്. അപ്പോഴൊക്കെ ഒരു സൂചനയുണ്ട് പി സി എങ്ങോട്ടാണ് പി സിയുടെ പോക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞു പത്തനംതിട്ടയിൽ പി സി താമര ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്നത് പി സിയുടെ അടുത്ത പ്ലാൻ പത്തനംതിട്ടയില് അതായിരിക്കും, താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത ഉണ്ട്. അതെ, ഇവിടെ BJP പ്രതീക്ഷിക്കുന്ന കുറച്ച് സീറ്റുകളാണ് ഈ പറഞ്ഞ തിരുവനന്തപുരം, പത്തനംതിട്ടയൊക്കെ. കാരണം കഴിഞ്ഞ പ്രാവശ്യവും പ്രതീക്ഷയോടുകൂടിയാണ് സുരേന്ദ്രനെ നിർത്തിയതെങ്കിലും വിചാരിച്ച പോലെ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, വേറൊരു കാര്യം നോക്കൂ. അന്ന് ഈ ശബരിമല പ്രക്ഷോഭത്തിൽ മുമ്പിൽ നിന്ന മുന്നണി പോരാളികളിൽ ഒന്ന് പി സി, ഒന്ന് സുരേന്ദ്രനുമായിരുന്നു. ഈ സുരേന്ദ്രന് പത്തനംതിട്ടയിൽ കിട്ടാവുന്ന ഹിന്ദു വോട്ടുകൾ ഒരുപാട് ഏകീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സുരേന്ദ്രന് അത്രയും 3-ാം സ്ഥാനത്തേക്ക് പോകാനുള്ളൊരു കാരണം ഒന്ന് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായി സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് അന്ന് വന്നില്ല. അപ്പോൾ ഈ ഹിന്ദു വോട്ടുകൾ കൃത്യമായി അന്ന് സുരേന്ദ്രന് കിട്ടിയതുപോലെ അതേ ഈ പി സിയുടെ അക്കൗണ്ടിലേക്ക് വരികയും ഒപ്പം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഏരിയകളിലുള്ള അദ്ദേഹം പ്ലാത്തോട്ടത്തിൽ ഫാമിലിയാണ്, ഒരുപാട് കണക്ഷനുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ആ ഇതിലുള്ള ക്രൈസ്തവരുമായിട്ടൊക്കെ മുന്നേറിക്കൊണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഓർത്തഡോക്സ് സഭയായിട്ടും ബാക്കിയുള്ള സഭകളുമായിട്ടൊക്കെ പി സിക്ക് കൃത്യമായിട്ടുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകളും കൂടി
NDA പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ, NDA പാളയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ PC അവിടെ വിജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് PC അവിടെ മിക്കവാറും സ്ഥാനാർത്ഥിയായി നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതെ, എന്നാൽ അവർക്ക് അവരുടെ പ്രതീക്ഷ ചിലപ്പോൾ അസ്ഥാനത്താവില്ല. അതെ. ഇനി PC വന്നാൽ PC അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറി കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് അപ്പുറത്തേക്ക് നിന്ന് കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. പിന്നീട് ചീഫ് വിപ്പായി വന്നപ്പോൾ, ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ ഒരു പദവി നമ്മൾ ഭയങ്കര തമാശയോടുകൂടി കണ്ടത് PC ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആ സ്ഥാനത്ത് ഇരുന്നപ്പോഴാണ്. അപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞു, മാണിക്കെതിരെ പറഞ്ഞു. അവസാനം മാണിയിൽ നിന്നും ഉമ്മൻചാണ്ടിയിൽ നിന്നൊക്കെ പുറത്തുപോയി. സ്വന്തമായി നിന്നപ്പോഴും PC ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിനൊപ്പം പോകണം. അന്ന് പ്രത്യേകിച്ച് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ട മന്ത്രിസ്ഥാനം മാണി വേണ്ട എന്ന് വെച്ചു എന്നുള്ള രീതിയിലായിരുന്നു പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവരൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ പദവി പുള്ളിക്ക് അത്ര വലിയ തൃപ്തികരമായിട്ടുള്ളതായിരുന്നില്ല. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ PC ജോർജിന് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പരിഗണന പലപ്പോഴും കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഹിന്ദുക്കളുടെ ഇടയിലും PC ജോർജിന് വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതിയും ശൈലിയും ഒക്കെ ഇപ്പോൾ മുമ്പ് ഈ പറയുന്ന പോലെ SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും അനുകൂലമായിട്ട് സംസാരിച്ചൊരു ഭാഷ്യവും PC ഉണ്ടായിരുന്നു. PC രാഷ്ട്രീയ കാലചക്രം എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ആ ഒരു രീതിയിലല്ല, അതൊരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ NDA പാളയത്തിൽ വന്ന് നിൽക്കുന്നത്. ഇന്ന് നടന്ന ആ ഒരു പത്രസമ്മേളനം ഞാൻ കൃത്യമായി നിരീക്ഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് തമാശ തോന്നും. PC എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു തമാശയാണ്. നമ്മളൊക്കെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ PCയുടെ ഒരു ബൈറ്റ് വരുമ്പോൾ നമ്മളതിന് വളരെ ആകാംക്ഷയോട് കൂടി നിൽക്കും. നമ്മളൊക്കെ PCR നിൽക്കുമ്പോൾ നമ്മൾ PC എന്തൊക്കെ പറയുന്നത്, PCയുടെ വായ്മൊഴി വഴക്കം. ഈ സമയത്ത് PC മലയാളത്തിലാണ് ഈ പത്രസമ്മേളനത്തിൽ PC സംസാരിച്ചത്. ഈ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ ഇത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വന്നത് നമ്മുടെ അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി AK ആൻ്റണിയുടെ മകനാണ്. അദ്ദേഹം ഡൽഹി ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറേ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ PC-യുടെ ഒരു വായ്മൊഴി വഴക്കമുണ്ട്, അതൊക്കെ ഇദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക നമ്മളിങ്ങനെ രസത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം ഒരു പത്രസമ്മേളനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അറിയുക എന്നതിൻ്റെ കൂടെ തന്നെ കുറേ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവും PC. അപ്പോൾ തന്നെ V മുരളീധരൻ മന്ത്രി ഇടപെട്ടിട്ട് ആ സംഭവം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന പോലെ PC-യുടെ വർത്തമാനം കേൾക്കുവാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുമ്പോഴും പൂഞ്ഞാറിലേക്ക് തിരിഞ്ഞ ഒരു നിയമസഭാ ഇലക്ഷൻ നമ്മൾ കണ്ടു. PC എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും PC-യുടെയും പൂഞ്ഞാറിനെയും കുറിച്ചുള്ള വാർത്തകൾ ചെയ്തിരുന്നു. ആ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ, BJPക്ക് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ പത്തനംതിട്ടയിൽ PC-ക്ക് സാധിക്കും. ജയിക്കുമോ തോക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി അദ്ദേഹം ഇലക്ഷൻ വരെ BJPയുടെ കൂടെ ഉണ്ടാവുമായിരിക്കും. അതെ, ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. PC ആണ് താരം, താമരയാണ് ചിഹ്നം. കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.